ഹായ്, ഡ്രീം ഇറ്റ് ബിലീവ് ഇറ്റ് ഡു ഇറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാഷൻ കണ്ടെത്തി ഡെസ്റ്റിനിലെത്താൻ ഫോർമുലാസും ടിപ്സുമാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് പുതിയ എക്സൈറ്റിംഗ് ടിപ്സുമായി കടന്നു വരാം. ഒരു ധനികയായ മനുഷ്യൻ തൻ്റെ വീട്ടിൻ്റെ വരാന്തയിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു യുവാവ് അവിടെ കയറി വന്നു. യുവാവ് കൂൺ കച്ചവടമായി വന്ന വ്യക്തിയാണെന്ന് മനസ്സിലാകുന്നു. കൂണിനെ പറ്റി കേൾക്കാൻ അതിയായ ആവേശം കൊണ്ട ഈ മനുഷ്യൻ ഈ യുവാവിനെ കുറിച്ച് വിശദമായി അന്വേഷിച്ചു. അപ്പോൾ യുവാവ് തൻ്റെ കഥ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. തനിക്ക് നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നു. ഒരുപാട് കാലം മുമ്പ് ഞങ്ങൾ രണ്ടുപേരും ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ആ റെസ്റ്റോറൻറ്റ് കൂൺ വിഭവവുമായി ബന്ധപ്പെട്ട റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ചെയ്യാറ്. എന്തെങ്കിലുമൊക്കെ സംരംഭം തുടങ്ങണം എന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ ഭക്ഷണം കഴിച്ച് ഇറങ്ങിയ ഉടനെ തന്നെ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായി. എനിക്ക് കൂൺ കൃഷി തുടങ്ങി പൈസ സമ്പാദിക്കാമെന്ന്. ആ മനുഷ്യൻ എന്നോട് നമുക്ക് ഇതുപോലുള്ള ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ മെച്ചപ്പെട്ട റെസ്റ്റോറൻറ്റ് ആരംഭിക്കാൻ നീ എൻ്റെ കൂടെ ഉണ്ടാവും, നീ എന്നെ കൂടെ സപ്പോർട്ട് ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂട്ടാക്കിയില്ല. ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ഐഡിയയുമായി മുന്നോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ പിന്നെ കണ്ടിട്ടില്ല. ഞാൻ കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട് കടകളിൽ കൂൺ കൃഷി ചെയ്ത് കൊടുത്ത് ജീവിക്കുന്ന ഉപജീവന മാർഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ക്ലിക്കായിട്ടില്ല. ഈ കൂൺ ആളുകൾക്ക് മാർക്കറ്റിങ്ങിന് വലിയ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് വരുമാനം കുറവാണ്. അങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ ഞാൻ കൂണായിട്ട് വന്നത്. ഇത് കേട്ടപ്പോൾ ഈ യുവാവിനെ, ഈ മനുഷ്യൻ, ഈ സമ്പന്നനായ മനുഷ്യൻ തൻ്റെ വീടിൻ്റെ പിറകിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഇയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു. കൂണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലോകമായിരുന്നത്. എല്ലാത്തരം കൂണുകൾ കൃഷി ചെയ്യുന്ന നല്ല വിലപിടിപ്പുള്ള കൂണ് വരെ അവിടെയുണ്ട്. വളരെ റയർ കൂൺ മുതൽ കൂണിൻ്റെ എല്ലാ പ്രോഡക്റ്റും വിഭവങ്ങളും ഭക്ഷ്യവിഭവങ്ങളും ഉൾപ്പെടെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു വിശാലമായ ഒരു ഗോഡൗണായിരുന്നു അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പിറകുവശത്ത് ഉണ്ടായിരുന്നത്. ഇത് കണ്ടപ്പോൾ ഈ യുവാവ് നെട്ടിപ്പോയി. ഇതുപോലുള്ള ഒരു സംരംഭം തുടങ്ങാനായിരുന്നു തൻ്റെ സുഹൃത്ത് എന്നെ ക്ഷണിച്ചത്. പക്ഷെ ഞാൻ കൂട്ടാക്കിയില്ല. ഇന്ന് എനിക്ക് ബിസിനസ് വളരെ മോശമാണ്. ഞാൻ മനസ്സിൽ കൊതിക്കുന്ന ഒരു സംരംഭമായിരുന്നു എന്ന് മനസ്സിൽ വിചാരിച്ചു. പിന്നീട് ഇദ്ദേഹം വീടിൻ്റെ അകത്തോട്ട് പോയി ഒരു ബോക്സിൽ നിന്ന് ഒരു ചെറിയ സാധനം ഈ യുവാവിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. ഇത് അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് താൻ ആ വലിയ മനുഷ്യന് കൈമാറിയ മോതിരമായിരുന്നു. എന്നോട് പൈസ കടം ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിലൊരു മോതിരം മാത്രമേ ഉള്ളൂ. അത് ഞാൻ അദ്ദേഹത്തിന് ഊരിക്കൊടുത്തു. ഇത് അതേ മോതിരമാണ്. ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾക്ക് എന്നെ പരിചയമില്ലേ, എന്നെ സൂക്ഷിച്ചു നോക്കാനും. അപ്പോൾ ആ മനുഷ്യൻ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വേഷം രൂപവും മാറിയപ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ മോതിരം കാരണമാണ് എനിക്ക് ഇന്ന് ഈ നിലയിൽ എത്താൻ പറ്റിയത്. ഈ മോതിരം വിറ്റ് ഞാൻ കാശ് കൊണ്ട് ഈ സംരംഭം തുടങ്ങി, ഈ വിശാലമായ സാമ്രാജ്യം സ്വന്തമാക്കി. ഈ മോതിരം നിനക്കുള്ളതാണ്. മാത്രമല്ല ഈ ബിസിനസ്, ഈ സംരംഭം, കോടാനുകോടി രൂപയുടെ സംരംഭം നിനക്ക് കൂടി അവകാശപ്പെട്ടാണ്. നമുക്ക് ഒന്നിച്ച് ഈ സംരംഭമായി മുന്നോട്ട് കൊണ്ടുപോകാൻ. ഈ ധനികനായ മനുഷ്യൻ്റെ, തൻ്റെ സുഹൃത്തിൻ്റെ സത്യസന്ധതയ്ക്ക് മുമ്പിൽ ഈ മനുഷ്യൻ അടിയോർ പറഞ്ഞു. താങ്ക്സ് ഓൾ. മറ്റൊരു വീഡിയോ വരുന്നത്. ഓക്കെ.